Good morning. Good morning. Good morning. Good morning. Good morning. Good morning, ma'am. Good morning. നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ഓഡിറ്റ് വരെയാണ് പറഞ്ഞു നിർത്തിയത് അല്ലേ? ഓഡിറ്റ് വായിച്ചോ? ഡെഫിനിഷൻ ഒക്കെ വായിച്ചോ? ഓക്കെ, എന്നാൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഇത് നോക്കിയേ നിങ്ങള്. ഓഡിറ്റ് മേ ബി ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ. ഓഡിറ്റ് ഇന്റേണൽ ഓഡിറ്റും ഉണ്ടാവും, എക്സ്റ്റേണൽ ഓഡിറ്റും ഉണ്ടാവും എന്നാ പറയണേ കേട്ടോ. ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ആന്തരിക ഓഡിറ്റ് എന്നാണ് മലയാളം വരിക. എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ബാഹ്യ ഓഡിറ്റ് എന്നാണ് അതിന്റെ മലയാളം വരിക. അപ്പൊ നമുക്ക് ഇന്റേണൽ ഓഡിറ്റ് എന്താണെന്ന് നോക്കാം. An internal audit is an independent evaluation to provide guarantee to the organization that its financial and operational controls are adequate. This procedure compares organizational policies and procedure proportional to required complaints demands. അതായത് ഒരു ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാല് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഇവാലുവേഷൻ ആണ്. അതായത് സ്വതന്ത്രമായിട്ട് നടത്തുന്ന ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് അവർ സ്വതന്ത്രമായി നടത്തുന്ന ഒരു ഇവാലുവേഷൻ അല്ലെങ്കിൽ വിലയിരുത്തലിനെയാണ് ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇത് ഓർഗനൈസേഷന് ഗ്യാരണ്ടി നൽകുന്നു. ഈ ഓഡിറ്റ് നടത്തുന്നത് മൂലം ഓർഗനൈസേഷന് ഗ്യാരണ്ടി ഉണ്ടാകുന്നു എന്നാ പറയുന്നത്. അതുപോലെ തന്നെ സാമ്പത്തികവും പ്രവർത്തനപരവുമായ നിയന്ത്രണങ്ങൾ പര്യാപ്തമാണെന്ന് ഓർഗനൈസേഷൻ ഉറപ്പു നൽകുന്നുണ്ട്. അതായത് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് ആ ഓർഗനൈസേഷനിൽ നടത്തുന്ന സാമ്പത്തിക ക്രയവിക്രയങ്ങൾ, അതായത് സാമ്പത്തിക ഇടപാടുകളൊക്കെ എന്താണ്, അഡിക്വേറ്റ് ആണ് അല്ലെങ്കിൽ പര്യാപ്തമാണെന്ന് ഓർഗനൈസേഷന് ഗ്യാരണ്ടി കൊടുക്കുന്നതാണെന്ത് ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാല്. ഓർക്കുക, ഇതൊരു ഇൻഡിപെൻഡന്റ് ഇവാലുവേഷൻ ആണ് കേട്ടോ. അതേപോലെ തന്നെ ഓർഗനൈസേഷനുള്ള പോളിസികള്, പ്രൊസീജിയേഴ്സ്, അവിടെ നടപ്പിലാക്കുന്ന കാര്യങ്ങള് പ്രൊപ്പോർഷണൽ ആകുന്നുണ്ടോ എന്നും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഇന്റേണൽ ഓഡിറ്റ് മൂലം ഉറപ്പ് നൽകുന്നുണ്ട്. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അവിടെ നടക്കുന്ന എല്ലാ ക്രയവിക്രയങ്ങളും, അതായത് സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകള്, അവിടെയുള്ള പ്രവർത്തനങ്ങള്, അതിനെ കുറിച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു ഓഡിറ്റ് ആണ് ഇന്റേണൽ ഓഡിറ്റ്. ഓർക്കുക, ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ നടത്തുന്ന ഹോസ്പിറ്റലിന്റെ പ്രവർത്തനത്തെ കുറിച്ചിട്ടുള്ള ഇവാലുവേഷൻ ആണിത് ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇത് സ്ഥാപനത്തിന് ഗ്യാരണ്ടി നൽകുന്നു. ഈ ഓഡിറ്റ് എല്ലാ സ്ഥാപനങ്ങളിലും നടത്തപ്പെടുന്നതാണ് കേട്ടോ. ആ സ്ഥാപനത്തിനുള്ളിലെ ആളുകൾ ചേർന്നിട്ടാണ് ഇന്റേണൽ ഓഡിറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഇതിന്റെ മലയാളം എക്സ്പ്ലനേഷൻ വേണോ, എഴുതിയെടുക്കാൻ വേണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയോ? വേണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ, പറഞ്ഞു തരാൻ ഞാൻ. വേണം എഴുതിയത്. ഇത് ഓഡിറ്റ് ആയതുകൊണ്ടാണ് ഇതിന്റെ എക്സ്പ്ലനേഷൻ വേണോന്ന് ചോദിച്ചത് കേട്ടോ. ഓക്കെ, ഇതിനകത്ത് നമുക്കൊരു മാറ്റവും വരുത്താൻ പറ്റില്ല, നമ്മുടെ രീതിയിൽ ഇത് എഴുതാനായിട്ട് സാധിക്കില്ല, അതുകൊണ്ടാണ് എക്സ്പ്ലനേഷൻ വേണോന്ന് ചോദിച്ചത്. എഴുതിക്കോളൂ കേട്ടോ. സാമ്പത്തികവും ഇന്റേണൽ ഓഡിറ്റ് എന്ന ഹെഡിങ് കൊടുക്കുക. ഇന്റേണൽ ഓഡിറ്റ് സാമ്പത്തികവും പ്രവർത്തനപരവുമായ നിയന്ത്രണങ്ങൾ പര്യാപ്തമാണെന്ന് ഓർഗനൈസേഷന് ഉറപ്പു നൽകുന്നതിനുള്ള ഒരു സ്വതന്ത്ര വിലയിരുത്തലാണ് ഇന്റേണൽ ഓഡിറ്റ്. അടുത്തതായിട്ട് എഴുതുക. സ്വതന്ത്ര വിലയിരുത്തൽ, അതായത് ഇൻഡിപെൻഡന്റ് ഇവാലുവേഷൻ കേട്ടോ.
സ്വതന്ത്ര വിലയിരുത്തലാണ് ഇന്റേണൽ ഓഡിറ്റ്. പിന്നെ അത് ചിലപ്പോൾ ചോദിക്കാം, താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻഡിപെൻഡന്റ് ഇവാലുവേഷൻ എന്ന് ചോദിക്കാം. അതിപ്പോ നിങ്ങൾ പല ഓഡിറ്റുകൾ ഉണ്ടാവും, അതിന് ആൻസർ ആയിട്ട് വരിക ഇന്റേണൽ ഓഡിറ്റ് ആണ് കേട്ടോ. അപ്പൊ ടേം ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. ഇൻഡിപെൻഡന്റ് ഇവാലുവേഷൻ മാത്രമല്ല, ഓർഗനൈസേഷൻ അത് ഗ്യാരണ്ടി കൂടി നൽകുന്നുണ്ട്. അടുത്തതായിട്ട് എഴുതുക, ഓർഗനൈസേഷൻ നയങ്ങളും നടപടിക്രമങ്ങളും അവിടെ നടപ്പിലാക്കുന്ന കാര്യങ്ങളും പ്രൊപ്പോർഷണൽ ആകുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നു. പ്രൊപ്പോർഷണൽ അനുപാതത്തിലാകുന്നുണ്ടോ എന്ന് കേട്ടോ. പ്രൊപ്പോർഷണൽ ആകുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതാണ് ഇന്റേണൽ ഓഡിറ്റ്. ഒരു ഹോസ്പിറ്റലിലെ എല്ലാത്തരം പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ഇൻഡിപെൻഡന്റ് ഇവാലുവേഷൻ ആണ് എന്ത്, ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ കേട്ടോ. അതിനകത്ത് സാമ്പത്തികം വരും, ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരും, കൂടാതെ അവിടെ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും അതിനകത്ത് വരുന്നതായിരിക്കും കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇന്റേണൽ ഓഡിറ്റ്. നമുക്ക് അടുത്തത് നോക്കാം, എക്സ്റ്റേണൽ ഓഡിറ്റ് എന്താണെന്ന് നോക്കാം കേട്ടോ. External audits are used to evaluate certain aspects of characteristics of a healthcare providing organization against specified standards. Accordingly, the implementation of an external audit meets an external standard and cooperation from beyond the hospital, and this distinguishes them from internal audits. അതായത് ചില ക്രൈറ്റീരിയകൾ പാലിക്കുന്ന ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ സവിശേഷതകൾ ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഒന്ന് എഴുതി വെക്കുക, എന്നിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം കേട്ടോ. ഒന്ന് എഴുതി വെക്കുക, ചില ക്രൈറ്റീരിയകൾ പാലിക്കുന്ന, ചില ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാല് സ്റ്റാൻഡേർഡുകൾ നമ്മൾ കുറെ പഠിച്ചില്ലേ ക്വാളിറ്റി അഷുറൻസില്, അത് തന്നെയാണ് കേട്ടോ. ചില ക്രൈറ്റീരിയകൾ പാലിക്കുന്ന ഒരു ആരോഗ്യ സംരക്ഷണ കേന്ദ്രത്തിന്റെ സ്വഭാവ സവിശേഷതകൾ, ക്യാരക്ടറിസ്റ്റിക്സ്, സ്വഭാവ സവിശേഷതകൾ വിലയിരുത്തുന്നതാണ് എക്സ്റ്റേണൽ ഓഡിറ്റ്. എഴുതിയോ? ചില ക്രൈറ്റീരിയകൾ പാലിക്കുന്ന ഒരു ആരോഗ്യ സംരക്ഷണ കേന്ദ്രത്തിന്റെ സ്വഭാവ സവിശേഷതകൾ വിലയിരുത്തുന്നതാണ് എക്സ്റ്റേണൽ ഓഡിറ്റ്. ഓക്കെ, ഞാൻ ഇന്റേണൽ ഓഡിറ്റ് എന്താ പറഞ്ഞത്? ഒരു ഓർഗനൈസേഷൻ അതിന്റെ പ്രവർത്തനങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ, അതൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് ഇന്റേണൽ ഓഡിറ്റ്. ഇൻഡിപെൻഡന്റ് ഇവാലുവേഷൻ ആണെന്ന് പറഞ്ഞു. എന്നാൽ എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇതുപോലെ തന്നെയാണ്, ക്യാരക്ടറിസ്റ്റിക്സും കാര്യങ്ങളൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ്. പക്ഷെ ഒരു വ്യത്യാസമാണ് എക്സ്റ്റേണൽ ഓഡിറ്റിനുള്ളത്, പുറത്ത് നിന്നുള്ള ആളുകളാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത് കേട്ടോ. എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാല് പുറത്ത് മൂന്നാമതൊരാളുടെ ഇടപെടലാണ് അവിടെ വിലയിരുത്തപ്പെടുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് പുറത്തു നിന്ന് ഇപ്പൊ ധാരാളം ഇപ്പൊ ഗവൺമെന്റിൽ നിന്നൊക്കെ ആളുകൾ വന്ന് എന്ത് ചെയ്യില്ലേ, ഇവാലുവേഷൻ നടത്തില്ലേ. ഫോർ എക്സാമ്പിൾ, സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ കുടുംബശ്രീ പോലുള്ള സംരംഭങ്ങൾ ധാരാളം ഉണ്ട് നമ്മുടെ നാട്ടിലല്ലേ. അതിലേക്ക് വർഷാവർഷം ഓഡിറ്റ് നടത്തുന്നുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല, ചിലപ്പോൾ ഇതിനകത്തുള്ള ആളുകൾ ഉണ്ടാകാം. ഓഡിറ്റ് നടത്തുന്നുണ്ട്. നമ്മളിത് പഞ്ചായത്തിൽ കൊണ്ടുപോയിട്ടാണ് ഓഡിറ്റ്, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ കൊണ്ടുപോയിട്ടാണ് ഓഡിറ്റ് നമ്മൾ നടത്തുക. ആ ഓഡിറ്റ് നടത്തുന്നത് മൂന്നാമതൊരാളാണ്. കാരണം കുടുംബശ്രീയിലുള്ള അംഗങ്ങൾ നടത്തുന്ന കണക്കെടുപ്പിനെ നമ്മൾക്ക് ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയാമെങ്കിൽ, പുറത്തുനിന്ന് ഒരു അംഗം വന്നിട്ട് അത് ഇവാലുവേറ്റ് ചെയ്യുന്നതിനെ എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയാം. ഇതുപോലെ തന്നെയാണ് ഹോസ്പിറ്റലിന്റെ കാര്യത്തില്. ഹോസ്പിറ്റലിലെ പ്രതിനിധികൾ ചേർന്ന് നടത്തുന്ന ഇവാലുവേഷനെ ഇന്റേണൽ ഓഡിറ്റ് എന്നും, എന്നാൽ പുറത്തു നിന്ന് ഒരാൾ വന്ന് ഹോസ്പിറ്റലിന്റെ എല്ലാ കാര്യങ്ങളും, എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും ഇവാലുവേറ്റ് ചെയ്യുന്നതിനെ എക്സ്റ്റേണൽ ഓഡിറ്റ് എന്നും പറയും. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ,
അപ്പൊ അതാണ് എക്സ്റ്റേണൽ ഓഡിറ്റ് കേട്ടോ. മൂന്നാമതൊരാളുടെ പ്രസൻസ് അവിടെ ഉണ്ട് എക്സ്റ്റേണൽ ഓഡിറ്റിൽ കേട്ടോ. അവര് വന്നാണ് ഈ ഒരു ഓഡിറ്റ് നടത്തുന്നത്, ബാഹ്യ ഓഡിറ്റ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് മെഡിക്കൽ ഓഡിറ്റ് എന്താണെന്ന് നോക്കാം. Medical audit. Medical audit is defined as the assessment of medical care in retrospective through scrutiny of medical records. It's a planned analysis program which clearly monitors and evaluates the clinical performance of all practitioners recorded by qualified professional staff to identify, examine or verify the performance using accepted criteria. അതായത് മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ ഉണ്ട്. മെഡിക്കൽ റെക്കോർഡുകളുടെ ഇവാലുവേഷനിലൂടെ മുൻകാലങ്ങളിൽ നടന്ന മെഡിക്കൽ കെയറിന്റെ വിലയിരുത്തലാണെന്ത് മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഒന്ന് എഴുതിയെടുത്തോളൂ. മെഡിക്കൽ റെക്കോർഡുകളുടെ വിശകലനത്തിലൂടെ മുൻകാലങ്ങളിലെ വൈദ്യപരിചരണത്തിന്റെ വിലയിരുത്തൽ. ഓക്കെ, ഇവിടെ എന്താണ് മെഡിക്കൽ ഓഡിറ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്? അതായത് മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെഡിക്കൽ റെക്കോർഡിനെ ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മെഡിക്കൽ റെക്കോർഡിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നടത്തുന്ന ഒരു ഇവാലുവേഷൻ ആണ് മെഡിക്കൽ ഓഡിറ്റ്. മെഡിക്കൽ റെക്കോർഡുകൾ എടുത്തിട്ട് അതിനകത്ത് ഡോക്ടർമാര് രോഗികൾക്ക് നൽകിയിട്ടുള്ള കെയറിനെ അടിസ്ഥാനമാക്കി അത്തരത്തിൽ ഇവാലുവേറ്റ് ചെയ്യുന്നതാണെന്ത് മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഒരു ഹോസ്പിറ്റലിൽ എത്ര മെഡിക്കൽ റെക്കോർഡുകൾ ഉണ്ടോ ആ മെഡിക്കൽ റെക്കോർഡുകൾ മൊത്തം പരിശോധിച്ചിട്ട് ഡോക്ടർമാർ എങ്ങനെയൊക്കെയാണ് രോഗികൾക്ക് കെയർ നൽകിയിരിക്കുന്നത് നോക്കി അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണെന്ത് മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് മെഡിക്കൽ ഓഡിറ്റിന്റെ ബേസ് ആയിട്ട് വരുന്നത്? എന്താണ് ബേസ്? മെഡിക്കൽ ഓഡിറ്റ് നടത്താനുള്ള ബേസ് എന്താണ്? ഒന്ന് കമന്റ് ചെയ്തേ. എന്താണ് ബേസ് മെഡിക്കൽ ഓഡിറ്റ് നടത്തുന്നതിനുള്ള? എന്ത് വേണം മെഡിക്കൽ ഓഡിറ്റ് നടത്താനായിട്ട്? മെഡിക്കൽ റെക്കോർഡ് വേണം കേട്ടോ. മെഡിക്കൽ റെക്കോർഡ് എടുത്തിട്ടാണ് മെഡിക്കൽ ഓഡിറ്റ് നടത്തുന്നത്. ഓക്കെ, ഒരു ഹോസ്പിറ്റലിൽ ഇപ്പോൾ 1000 മെഡിക്കൽ റെക്കോർഡ് ഉണ്ടെങ്കിൽ ആ 1000 മെഡിക്കൽ റെക്കോർഡ് എടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയാണത് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്റെ താഴെ ഒരു പാരാഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് എന്താ പറയുന്നത്? അതായത് എല്ലാ പ്രാക്ടീഷണർമാരുടെയും ക്ലിനിക്കൽ പ്രകടനം വ്യക്തമായി നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്ന ഒരു ആസൂത്രിത പരിപാടിയാണിത്. ഓക്കെ, ഇപ്പൊ എന്താണ് എല്ലാ അതായത് എല്ലാ ഡോക്ടേഴ്സ് പ്രാക്ടീഷണർമാരുണ്ടല്ലോ, അതായത് ആരാണോ കെയർ കൊടുക്കുന്നത് അവരുടെയൊക്കെ പെർഫോമൻസിനെ ഒബ്സർവ് ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനും നടത്തുന്ന ഒരു പ്ലാൻഡ് പ്രോഗ്രാം ആണിത് മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഒരു ഹോസ്പിറ്റലിൽ ഇപ്പൊ ഒരു 100 ഡോക്ടർമാരുണ്ടെങ്കിൽ മെഡിക്കൽ റെക്കോർഡ് വെച്ചിട്ട് ആ 100 ഡോക്ടർമാരുടെയും പെർഫോമൻസ് എങ്ങനെയാണെന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നത് മെഡിക്കൽ റെക്കോർഡിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഇതിനെയാണ് മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതാരാണ് നടത്തുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് ഇവരുടെ ഈ പെർഫോമൻസ് അളക്കുന്നതിന് വേണ്ടിയിട്ട്, അത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് യോഗ്യതയുള്ള മെഡിക്കൽ സ്റ്റാഫുകളെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഈ മെഡിക്കൽ ഓഡിറ്റ് മെഡിക്കൽ റെക്കോർഡ് വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യണ്ടേ, ഇവരുടെ പെർഫോമൻസ് മെഷർ ചെയ്യണ്ടേ? അതിനു വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ചില സ്റ്റാഫുകളെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അവരാണ് ഈ മെഡിക്കൽ ഓഡിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? മനസ്സിലായോ? ഒന്നുകൂടി പറയണോ? ഓക്കെ, അപ്പൊ അത്രയുമാണ് കേട്ടോ മെഡിക്കൽ ഓഡിറ്റ്. മെഡിക്കൽ റെക്കോർഡാണ് ബേസ്. അതിന് അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ആളുകളുണ്ട്, അവരാണ് മെഡിക്കൽ ഇവാലുവേഷൻ മെഡിക്കൽ റെക്കോർഡ് വെച്ചിട്ട് നടത്തുക. ഓക്കെ,
അപ്പോ ഒന്ന് ഓർക്കുക, ഇതിനകത്ത് പ്രാക്ടീഷണർമാരുടെ പെർഫോമൻസ് ആണ് അളക്കുന്നത്. എന്തില്? മെഡിക്കൽ ഓഡിറ്റില്. എന്ത് വെച്ചിട്ടാണ്? മെഡിക്കൽ റെക്കോർഡ് വെച്ചിട്ടാണ്. അത് രണ്ടും, മെഡിക്കൽ റെക്കോർഡ്, മെഡിക്കൽ പ്രാക്ടീഷണർ, ഈ രണ്ട് വേർഡ് മെഡിക്കൽ ഓഡിറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഓർത്ത് വെക്കുക കേട്ടോ. Then അടുത്തത് ക്ലിനിക്കൽ ഓഡിറ്റ് ആണ്. Clinical audit covers all features of clinical care, including that provided by nursing and the paramedical staff. Clinical audit, a quality improvement process that tries to enhance patient care and effects so systematic analysis of care of the healthcare team against clear-cut criteria and the implementation of change. എന്താണ് ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് നോക്കാം. അപ്പൊ മെഡിക്കൽ ഓഡിറ്റ് പറഞ്ഞു പ്രാക്ടീഷണർമാരെ അളക്കുന്നതാണ്, അവരുടെ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എഴുതിക്കോളൂ കേട്ടോ. നഴ്സിംഗ്, പാരാമെഡിക്കൽ സ്റ്റാഫുകൾ എന്നിവർ നൽകുന്ന ക്ലിനിക്കൽ കെയറിന്റെ എല്ലാ സവിശേഷതകളും ഉൾക്കൊള്ളുന്നതാണ് ക്ലിനിക്കൽ ഓഡിറ്റ്. നഴ്സിംഗ്, പാരാമെഡിക്കൽ സ്റ്റാഫുകൾ എന്നിവർ നൽകുന്ന ക്ലിനിക്കൽ കെയറിന്റെ എല്ലാ സവിശേഷതകളും ഉൾക്കൊള്ളുന്നതാണ് ക്ലിനിക്കൽ ഓഡിറ്റ്. അപ്പോ പ്രാക്ടീഷണർമാരുടെയാണ് മെഡിക്കൽ ഓഡിറ്റ്. എന്നാൽ നഴ്സിംഗ് സ്റ്റാഫുകള്, അതുപോലെ തന്നെ പാരാമെഡിക്കൽ സ്റ്റാഫുകള്, അവര് നൽകുന്ന ക്ലിനിക്കൽ കെയർ ഉണ്ടല്ലോ, രോഗികൾക്ക് കൊടുക്കുന്ന ക്ലിനിക്കൽ കെയർ ഇല്ലേ, അതിന്റെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സിനെയും ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് എന്ത്? ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ മെഡിക്കൽ ഓഡിറ്റും ക്ലിനിക്കൽ ഓഡിറ്റും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ക്ലിയർ ആണോ? ഒന്ന് കമന്റ് ചെയ്തേ. ക്ലിനിക്കൽ ഓഡിറ്റിൽ ഏതൊക്കെ ആളുകളാ വരിക? ക്ലിനിക്കൽ ഓഡിറ്റിൽ ഏതൊക്കെ ആളുകളാ വരിക? നഴ്സ്, പാരാമെഡിക്കൽ സ്റ്റാഫുകൾ അല്ലെ. മെഡിക്കൽ ഓഡിറ്റിലാണെങ്കിലോ ഡോക്ടർമാരാണ് വരിക കേട്ടോ. ഓക്കെ, പിന്നെ ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോസസ് ആണ്. അത് പേഷ്യന്റ് കെയറിനെ കൂടുതലായിട്ട് ഇംപ്രൂവ് ചെയ്യിക്കാനും അതുപോലെ തന്നെ ഹെൽത്ത് കെയറിൽ ഓരോ ആളുകൾക്ക് കൊടുക്കുന്ന കെയറുകൾ സിസ്റ്റമാറ്റിക് ആയിട്ട് അനലൈസ് ചെയ്യാനും ക്ലിനിക്കൽ ഓഡിറ്റിന് കഴിയും. ഓക്കെ, ഇത്രേ ഉള്ളൂ കേട്ടോ. then അടുത്തത് ഓർഗനൈസേഷണൽ ഓഡിറ്റ് ആണ്. ഓർഗനൈസേഷണൽ ഓഡിറ്റ് നമുക്കൊന്ന് നോക്കാം. Organizational audit means investigation of practice like appointment system, policies, practices, standards, which are considered as primary administrative function. എഴുതിയെടുത്തോളൂ കേട്ടോ, പറഞ്ഞുതരാം. Organizational audit എന്നാൽ appointment സിസ്റ്റങ്ങൾ പോളിസികൾ, പ്രാക്ടീസുകൾ, ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷനുകൾ, എന്നിവയെ കുറിച്ചുള്ള അന്വേഷണമാണ്. ഓർഗനൈസേഷൻ ഓഡിറ്റ് എന്നാൽ അപ്പോയിന്റ്മെന്റ് സിസ്റ്റങ്ങൾ, പോളിസികൾ, പ്രാക്ടീസുകൾ, ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷനുകൾ എന്നിവയെ കുറിച്ചിട്ടുള്ള അന്വേഷണമാണ്. നിങ്ങൾ നോക്കിയോ, ഞാനിപ്പോ തന്നെ പറഞ്ഞു തന്നാലും നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും. ഒരു ഹോസ്പിറ്റലിന്റെ അപ്പോയിന്റ്മെന്റ് സിസ്റ്റങ്ങൾ, അവിടെയുള്ള നയങ്ങൾ അഥവാ പോളിസികൾ, അവിടെ നടത്തുന്ന പ്രാക്ടീസുകൾ, അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ
അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷനുകൾ എന്നിവയെ കുറിച്ചിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷനെയാണ് നമ്മൾ എന്ത് പറയാ, ഓർഗനൈസേഷണൽ ഓഡിറ്റ് എന്ന് പറയാം. ഒരു ഓർഗനൈസേഷൻ നടപ്പാക്കുന്ന എല്ലാത്തരം കാര്യങ്ങളും, എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും എല്ലാ വിഭാഗങ്ങളുടെയും കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു അന്വേഷണത്തെയാണ് നമ്മൾ എന്ത് പറയാ, ഓർഗനൈസേഷണൽ ഓഡിറ്റ് എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? നമുക്ക് നോക്കാം എന്തൊക്കെ മെത്തേഡുകളാണ് ഓഡിറ്റിൽ യൂസ് ചെയ്യുന്നതെന്ന് കേട്ടോ. മെത്തേഡ്സ് യൂസ്ഡ് ഇൻ ആൻ ഓഡിറ്റ്. ഓക്കെ, എന്തൊക്കെ മെത്തേഡ് വെച്ചിട്ടാണ് ഓഡിറ്റ് എന്താ പറയാ ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ മെത്തേഡുകളാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. ഓഡിറ്റിന് ഫസ്റ്റ് വേണ്ടത് ഡയറക്റ്റ് ഒബ്സർവേഷൻ ആണ്. ഓഡിറ്റ് നമ്മൾ കണക്കാക്കുമ്പോൾ ആദ്യം നമ്മൾക്ക് ഡയറക്റ്റ് ഒബ്സർവേഷൻ, അതായത് നേരിട്ടുള്ള നിരീക്ഷണം ആവശ്യമാണ്. ഒരു കാര്യത്തെ കുറിച്ച് പഠിക്കാനല്ലേ നമ്മൾ, അല്ലെങ്കിൽ ഒരു കാര്യം പഠിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതല്ല ഓഡിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിനാദ്യം വേണ്ടത് ഡയറക്റ്റ് ഒബ്സർവേഷൻ ആണ്. ദെൻ അതുപോലെ തന്നെ ചെക്ക് ലിസ്റ്റുകൾ, ഒരു ഹോസ്പിറ്റലിൻ്റെതായിട്ടുള്ള എല്ലാത്തരം കാര്യങ്ങളും ചെക്ക് ലിസ്റ്റുകളിൽ വരുന്നതാണ്. അപ്പോൾ ചെക്ക് ലിസ്റ്റുകൾ ഇവിടെ ആവശ്യമായിട്ട് വരാം. ദെൻ മൂന്നാമത്തേത് ഡോക്യുമെന്റേഷൻ റിപ്പോർട്ട്സ്, ഇപ്പൊ പേഷ്യന്റ് രജിസ്റ്റർ, അതുപോലെ രോഗിയുടെ മെഡിക്കൽ റിപ്പോർട്ട്, ഇതൊക്കെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, ഓഡിറ്റ് ചെയ്യപ്പെടുക അല്ലെ. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള രേഖകൾ ആവശ്യമാണ്. ദെൻ ക്വസ്റ്റ്യനേഴ്സ്. ക്വസ്റ്റ്യനേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ചോദ്യാവലികള്, ധാരാളം ക്വസ്റ്റ്യൻസ് ഉണ്ടാകും അല്ലെ. ക്വസ്റ്റ്യൻസ് ആളുകളോട് ചോദിക്കും, അല്ലെങ്കിൽ പേഷ്യന്റിനോട് ചോദിക്കും, ഹോസ്പിറ്റലിൽ വരുന്ന വിസിറ്റേഴ്സിനോടൊക്കെ ചോദിച്ചിട്ടാണ് എന്ത് ചെയ്യുക, ഉത്തരങ്ങൾ കണ്ടെത്തി ഓഡിറ്റ് കണക്കാക്കുന്നത്. ദെൻ ഇന്റർവ്യൂസ്, അഭിമുഖങ്ങൾ ഉണ്ടാകും പേഷ്യന്റുമായിട്ട്, അല്ലെങ്കിൽ മറ്റാളുകളുമായിട്ടൊക്കെ എന്ത് ചെയ്യും, നേരിട്ട് ഇന്റർവ്യൂ നടത്തി എന്ത് ചെയ്യും, ഓഡിറ്റിന്റെ കാര്യങ്ങള് എന്ത് ചെയ്യും, നമ്മള് റെക്കോർഡ് ചെയ്യും. ഓക്കെ, ദെൻ ക്ലിനിക്കൽ കേസ് റിവ്യൂ, അതുപോലെ തന്നെ രോഗി പരിചരണത്തിന്റെ, അതായത് എത്രമാത്രം ബെറ്റർ ആയിട്ടാണ് രോഗിക്ക് കെയർ കൊടുക്കുന്നത്, അതിന്റെ ഒരു റിവ്യൂ ഉണ്ടാവുമല്ലോ. അതായത് അവിടെ വന്നു പോയിട്ടുള്ള പേഷ്യൻസിന്റെ ഒരു എന്താ പറയാ ഫീഡ്ബാക്ക് സ്വീകരിച്ച് അതിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നതാണ് എന്ത്, ക്ലിനിക്കൽ കേസ് റിവ്യൂ എന്ന് പറഞ്ഞാൽ കേട്ടോ. ഓക്കെ, അപ്പോ എന്തൊക്കെ മെത്തേഡുകളാണ്, ചോദ്യം വരാം, എന്തൊക്കെ മെത്തേഡുകളാണ് ഓഡിറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതെന്ന് ചോദിക്കാം. ഇങ്ങനെ തന്നെയായിരിക്കും വരിക, 4 എന്തായാലും ഉണ്ടാകും, അല്ലെങ്കിൽ 3 ഉണ്ടായിട്ട് ഒരെണ്ണം ഔട്ട്, അങ്ങനെയുള്ള രീതിയിൽ ചോദിക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓർഗനൈസേഷണൽ ഓഡിറ്റ് ഇമ്പോർട്ടന്റ് ആണ്, മെഡിക്കൽ ഓഡിറ്റ്, അതുപോലെ തന്നെ ക്ലിനിക്കൽ ഓഡിറ്റ്, ഇന്റേണൽ എക്സ്റ്റേണൽ ഓഡിറ്റ്, ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പൊ അതൊക്കെ ഒന്ന് ടിക്ക് ചെയ്ത് വേഗം പോവാ കേട്ടോ. ഓക്കെ, നമുക്ക് ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് നോക്കാം. ക്ലിനിക്കൽ ഓഡിറ്റിൽ എന്തായിരുന്നു പറഞ്ഞത്, അതായത് മെഡിക്കൽ റെക്കോർഡിന്റെ ബേസില് നമ്മള് പ്രാക്ടീഷണർമാരുടെ പെർഫോമൻസ് വിലയിരുത്തുന്നതാണ് ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ അല്ലെ. അപ്പൊ 2 തരത്തിലുള്ള ക്ലിനിക്കൽ ഓഡിറ്റ് ഉണ്ട്. ഒന്ന് കൺകറന്റ് ഓഡിറ്റും മറ്റൊന്ന് റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റും. ഇപ്പൊ 2 types of clinical audit ആണ് ഉള്ളത് കേട്ടോ. One is concurrent audit and second one is retrospective audit. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് കൺകറന്റ് ഓഡിറ്റ് എന്ന് കേട്ടോ. ഇതിന് ശേഷം, ഇത് പറഞ്ഞതിന് ശേഷം ഞാനൊരു കുഞ്ഞ് എന്താ പറയാ, നമുക്ക് പെട്ടെന്ന് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു കുഞ്ഞ് കാര്യം ഞാൻ പറഞ്ഞുതരാം, ഒന്ന് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് ശേഷം കേട്ടോ. അപ്പൊ കൺകറന്റ് ഓഡിറ്റ് നോക്കാം. Care is assessed at the time it is taking speed. ഒന്ന് എഴുതിയെടുത്തോളൂ കേട്ടോ. കൺകറന്റ് ഓഡിറ്റ് ആണ് പറയാൻ പോകുന്നത്. പരിചരണം അത് നടക്കുന്ന സമയത്ത് വിലയിരുത്തപ്പെടുന്നു. പരിചരണം അത് നടക്കുന്ന സമയത്ത് വിലയിരുത്തപ്പെടുന്നു. പരിചരണം അത് നടക്കുന്ന സമയത്ത് വിലയിരുത്തപ്പെടുന്നു. ഓക്കെ, അപ്പൊ എന്താണത്, അതായത് കൺകറന്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ക്ലിനിക്കൽ ഓഡിറ്റിന്റെ ഒരു ടൈപ്പാണ് അല്ലെ. ഇപ്പൊ രോഗിക്ക് നമ്മളിപ്പോ കെയർ കൊടുക്കുകയാണ്, ആ കെയർ കൊടുക്കുന്ന സമയത്ത് തന്നെ മെഡിക്കൽ റെക്കോർഡ് വെച്ചിട്ട് അത് ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയാണ് എന്ത്, കൺകറന്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞാല്. അതായത് രോഗിക്ക് കെയർ കൊടുക്കുന്ന ആ ഒരു സമയം, ആ ഒരു ടൈം പീരീഡിനുള്ളിൽ തന്നെ
ആ കാര്യങ്ങള് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് എന്ത് കൺകറന്റ് ഓഡിറ്റ്. ഓക്കെ, ക്ലിയർ ആണോ? മനസ്സിലായില്ലേ? രണ്ടാമത്തേത് റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ് ആണ്. കെയർ ഈസ് റേറ്റഡ് ആഫ്റ്റർ ഇറ്റ് ഹാസ് ബീൻ കംപ്ലീറ്റഡ് ത്രൂ റെക്കോർഡ്സ്. എന്താണ്? അതായത് എഴുതിക്കോളൂ കേട്ടോ. രേഖകൾ മുഖേന പൂർത്തിയാക്കിയ ശേഷമാണ് പരിചരണം വിലയിരുത്തുന്നത്. രേഖകൾ മുഖേന പൂർത്തിയാക്കിയ ശേഷമാണ് പരിചരണം വിലയിരുത്തുന്നത്. ഇതെന്താ പറയുന്നേ? അതായത് ഞാൻ നേരത്തെ കൺകറന്റ് ഓഡിറ്റ് പറഞ്ഞത് രോഗിക്ക് പരിചരണം കൊടുക്കുന്ന സമയത്ത് തന്നെ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് കൺകറന്റ് ഓഡിറ്റ്. എന്നാൽ രോഗിയുടെ പരിചരണത്തിന് ശേഷം ഒരു ഫൈനൽ ഇവാലുവേഷൻ നടത്തുന്നതാണ് എന്ത് റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ് കേട്ടോ. അതായത് രേഖകളൊക്കെ കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ഇവാലുവേഷൻ നടത്തപ്പെടുന്നത്. ആ സമയത്തല്ല, പരിചരണം രോഗി കെയർ കൊടുക്കുന്ന സമയത്തല്ല, മറിച്ച് കെയർ കൊടുത്തതിന് ശേഷം രേഖകൾ കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് എന്ത് ചെയ്യുക ഇവിടെ ഇവാലുവേഷൻ നടത്തുന്നത്. ദാറ്റ് ഈസ് റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ്. ഓക്കെ, നമ്മുടെ ഹോസ്പിറ്റലുകളിൽ ഏറ്റവും കൂടുതലുള്ള ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ക്ലിനിക്കൽ ഓഡിറ്റിന്റെ ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ് ആണ് കേട്ടോ. കാരണം രേഖകൾ കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് എന്ത് ചെയ്യുക ഓരോ കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ചെയ്യാം. ഓക്കെ, അപ്പോ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഏകദേശം ഒരു കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത്. ഒരു ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റ് അഡ്മിറ്റ് ആയെന്ന് വിചാരിക്കാം. അഡ്മിറ്റ് ആകുമ്പോൾ ആ പേഷ്യന്റിന് അവിടെ പേഷ്യന്റ് രജിസ്റ്ററിൽ അയാൾ എന്ത് ചെയ്യും, അയാളുടെ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെടും. കൂടാതെ അയാൾക്ക് ചാർട്ടുകളും കാര്യങ്ങളും മെഡിക്കൽ റെക്കോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് അല്ലെ. അപ്പൊ ഇവിടെ പേഷ്യന്റ് അഡ്മിറ്റ് ആവുന്ന ആ സമയത്ത് രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന് പേഷ്യന്റ് രജിസ്റ്റർ, രണ്ട് മെഡിക്കൽ റെക്കോർഡ്. ഓക്കെ, ഇങ്ങനെ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യന്റ് എന്ത് ചെയ്യും? അഡ്മിറ്റ് ആകുന്ന ആ ഒരു സമയത്ത് ഒരു നിശ്ചിത തുക, ഒരു ഡെപ്പോസിറ്റ് എന്ത് ചെയ്യും ഹോസ്പിറ്റലിൽ അടക്കുന്നതാണ് അല്ലെ. നമ്മൾ പഠിച്ചതാണ്, ഫ്രണ്ട് ഓഫീസിൽ പഠിച്ചതാണ്. ഹോസ്പിറ്റലിൽ ഒരു നിശ്ചിത തുക എന്ത് ചെയ്യും അവിടെ ഡെപ്പോസിറ്റ് ചെയ്യും. ദെൻ ഡിസ്ചാർജ് വരുമ്പോൾ ഈ ഡെപ്പോസിറ്റ് തുക കഴിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഒരു 10,000 രൂപയാണ് ബില്ലായതെങ്കിൽ 2,500 രൂപ അദ്ദേഹം നേരത്തെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി 7,500 രൂപ അദ്ദേഹത്തിന് എന്ത് ചെയ്താൽ മതി? ഹോസ്പിറ്റലിൽ ബില്ലടച്ചാൽ മതി അല്ലെ. നിങ്ങൾ നോക്കി, ആ ഒരു സമയത്ത് അവിടെ ഓഡിറ്റ് നടപ്പിലാക്കുന്നത്. കാരണം ബാലൻസ് സിസ്റ്റം, അതായത് പേയ്മെന്റ് കാര്യങ്ങളൊക്കെ, കാരണം മുൻകൂർ അടച്ച പൈസ പിന്നെ ബാക്കി അടക്കാനുള്ള പൈസ, ഇതൊക്കെ നോക്കിയിട്ട് അവിടെ ഓഡിറ്റ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ പേഷ്യന്റ് പോവാനായിട്ട് നിൽക്കാണ്, ഡിസ്ചാർജിന് ശേഷം പോവാനായിട്ട് നിൽക്കുന്നു. അദ്ദേഹത്തിന് ധാരാളം മരുന്നുകൾ വേണം. ഓക്കെ, അതായത് ഡോക്ടർ കുറിച്ച് കൊടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ആ മരുന്നുകൾ മേടിച്ചിട്ട് വേണം ഇദ്ദേഹത്തിന് പോവാനായിട്ട്. അപ്പോ നമുക്കറിയാം ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ മരുന്നുകൾക്കൊക്കെ നല്ല വിലയാണ്, നല്ല എമൗണ്ട് ഉള്ള മരുന്നുകളാണ് കൂടുതലും ഉള്ളത്. അപ്പൊ ചില ഡോക്ടേഴ്സ് ഒരു മാസത്തേക്കൊക്കെ മരുന്ന് വേണ്ടി കൊടുത്തിട്ടുണ്ടാവും. അതിന് നല്ലൊരു തുക, ഭീമമായ തുക ചിലപ്പോ ഉണ്ടാകും ആ മരുന്നുകൾക്കൊക്കെ. അപ്പോ ചില മരുന്നുകൾ, അതായത് ഇങ്ങനെ വില കൂടിയ മരുന്നുകള് ചിലപ്പോ ആശുപത്രികളിൽ സ്റ്റോക്ക് ഉണ്ടാവണം എന്നില്ല. അപ്പൊ ഇവരെന്ത് ചെയ്യും? അതായത് ഈ രോഗിയുടെ ആവശ്യപ്രകാരം ഇത് ഓർഡർ ചെയ്യും. അതായത് മറ്റ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിൽ നിന്ന് ഓർഡർ ചെയ്യും. അവരാണത് കൊണ്ടുവന്ന് കൊടുക്കുക. ഒരു മരുന്നിന് ചിലപ്പോൾ 50,000 ഒരു മാസത്തേക്കുള്ള മരുന്നിന് 50,000 70,000 രൂപയാകാം. ഓക്കെ, അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ, അതായത് പേഷ്യന്റിന്റെ നീഡ് അനുസരിച്ച് കൊണ്ടുവരുന്ന മരുന്നുകളുടെ തുക ഭീമമാണെങ്കിൽ അല്ലെങ്കിൽ കൂടുതലാണെങ്കിൽ അവിടെ ഓഡിറ്റ് നടപ്പിലാക്കുന്നുണ്ട്. ഓഡിറ്റോടെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ആശുപത്രിയിൽ സ്റ്റോക്ക് ഇല്ലാത്ത മരുന്നാണ്, ആശുപത്രിക്ക് ഉൾക്കൊള്ളാനാവാത്ത ഒരു വലിയ തുകയാണത്. അതായത് ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകൾ അല്ലെങ്കിൽ നമ്മൾ മേടിക്കുന്ന പൈസയല്ല ഈ ഒരു മരുന്നിനാകുന്നത്. ഭയങ്കര ഇരട്ടിയുടെ ഇരട്ടിയാണ് എന്ത് ചെയ്യുക
ഈ ഒരു എമൗണ്ട് വരിക. അപ്പൊ നിങ്ങൾ നോക്കിയേ, അവിടെ ഓഡിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ സമയത്തൊക്കെ ഓഡിറ്റ് നടപ്പാക്കുന്നുണ്ട് അവിടെ കേട്ടോ. അതിനുശേഷം എന്താണ് ഈ ഒരു എന്താ പറയാ ഈ ഒരു എമൗണ്ട് കൊടുക്കാനായിട്ട് ഇല്ലാത്ത പേഷ്യൻസ് ഉണ്ടാവുമല്ലോ, മീൻസ് എമൗണ്ടിന്റെ ഇത് കൊടുക്കാൻ, അതായത് ഇൻഷുറൻസ് ഉള്ള പേഷ്യൻസിന് ചിലപ്പോൾ എമൗണ്ട് അടയ്ക്കേണ്ടി വരില്ല. ഇൻഷുറൻസിന്റെ പേയ്മെന്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇൻഷുറൻസിന്റെ രേഖകളൊക്കെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ക്ലെയിം കിട്ടും അല്ലെ, നമ്മൾ പൈസ അടക്കേണ്ട ആവശ്യം വരില്ല. ഇനി ആ ഇൻഷുറൻസിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ പ്രോസസ് ചെയ്യുമ്പോൾ അവിടെയും എന്ത് ചെയ്യുന്നുണ്ട്? ഓഡിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഈ ഒരു പേഷ്യന്റിനെ മാറ്റി നിർത്തിയിട്ട് നമുക്ക് വേറൊരു പേഷ്യന്റിലേക്ക് വരാം. ആ പേഷ്യന്റ് ഈ പേഷ്യന്റ് ഒപ്പം തന്നെ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യന്റ് ആണ്. പക്ഷേ അദ്ദേഹം അവിടെ ബില്ല് അടക്കുന്നത്, ഒരു ഡെപ്പോസിറ്റ് ഒന്നും അദ്ദേഹം ചെയ്തിട്ടില്ല. അദ്ദേഹം ഡെയിലി ആയിട്ടാണ് എന്ത് ചെയ്യുക? ബില്ല് അടയ്ക്കുക. അദ്ദേഹത്തിന്റെ റൂം റെന്റ് വരെ അയാൾ അടക്കുന്നത് ഡെയിലിയാണ്. ഇപ്പൊ ഡെയിലി ഒരു 1000 രൂപയാണ് റൂമിന് വാടക വരുന്നതെങ്കിൽ അദ്ദേഹം എല്ലാ ദിവസവും 5 ദിവസവും അദ്ദേഹം അവിടെ കിടന്നിട്ടുണ്ട്. ഈ 5 ദിവസത്തെയും പൈസ അദ്ദേഹം എല്ലാ ദിവസവും കൊണ്ട് കൊടുക്കുകയാണ് ചെയ്തത്. അതായത് ഒരു ദിവസം 1000 രൂപ വെച്ചിട്ട് 5 ദിവസം അദ്ദേഹം എല്ലാ ദിവസവും 5000 രൂപയോളം അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കൗണ്ടറിൽ നിങ്ങൾ നോക്കിയേ, അവിടെ ഡേ ആയിട്ടാണ് പൈസ കൊടുത്തിരിക്കുന്നത്. അവിടെ ഓഡിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല കേട്ടോ. അവിടെ ഓഡിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. അത് ഓഡിറ്റിന്റെ പരിധിയിൽ വരില്ല. നിങ്ങൾക്ക് വേറെ എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ, അതായത് ധാരാളം സ്ഥാപനങ്ങളിൽ പെർമനന്റ് ആയിട്ട് സ്റ്റാഫുകൾ ഉണ്ട്. കൂടാതെ ഡെയിലി വേജസിന് സ്റ്റാഫുകളൊക്കെ കയറുന്നതായിരിക്കും അല്ലെ. ഈ ഡെയിലി വേജസിനുള്ള ആളുകൾ, അതായത് മണിക്കൂറുകൾക്കൊക്കെ ജോലിയെടുക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, അവരുടെയൊക്കെ സാലറി ഒന്നും ശരിക്കും പറഞ്ഞാൽ ഓഡിറ്റിൽ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നില്ല. ഓക്കെ, അതൊക്കെ അപ്പ കൊടുത്ത് അപ്പ അത് തീർക്കുക ചെയ്യുക. മറിച്ച് പെർമനന്റ് ആയിട്ട് നിൽക്കുന്നവരുടെ ഒക്കെയാണ് എന്ത് ചെയ്യുക? കാൽക്കുലേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ഓക്കെ, അപ്പോ ഇത് ഞാൻ പറഞ്ഞു തന്നത് എങ്ങനെയാണ്, ഏതൊക്കെ സാഹചര്യത്തിലാണ് ഹോസ്പിറ്റലുകളിൽ ഓഡിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കണക്കാക്കുന്നത് എന്ന് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. ക്ലിയർ ആയോ നിങ്ങൾക്ക് പറഞ്ഞപ്പോ? മനസ്സിലായോ? ഓക്കെ, ഇനി നമുക്ക് പർപ്പസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ് നോക്കാം കേട്ടോ. ക്ലിനിക്കൽ ഓഡിറ്റിന്റെ ഉദ്ദേശം എന്താണ് ലക്ഷ്യമായിട്ട് വരുന്നത് അതിന്റെ നോക്കാം. ഫസ്റ്റ് വൺ, പ്ലാനിങ് ദ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ ഇറ്റ് ഈസ് നീഡ്ഫുൾ ടു ഒബ്റ്റെയിൻ ബേസ് ലൈൻ ഇൻഫോർമേഷൻ ത്രൂ അസസ്മെന്റ് ഓഫ് അച്ചീവ്മെന്റ്സ്. ഓക്കെ, അതായത് ക്ലിനിക്കൽ ഓഡിറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് നടത്തുന്നത്? ഭാവി പ്രവർത്തനത്തിന്റെ ആസൂത്രണത്തിന് വേണ്ടിയിട്ട്. അതായത് ഭാവിയിൽ ഒരു ഹോസ്പിറ്റലിലുള്ള കാര്യങ്ങള് പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ അവിടെ ഉണ്ടാകുന്ന അച്ചീവ്മെന്റ്സ് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ക്ലിനിക്കൽ ഓഡിറ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോ ഭാവി പ്രവർത്തനത്തിന്റെ പ്ലാനിങ്ങിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ആ ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന നേട്ടങ്ങള് വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തുന്നു. രണ്ടാമത്തെ പോയിന്റ്, ഫോർ കമ്പാരിസൺ പർപ്പസ് വിത്ത് എ വ്യൂ ടു ഇംപ്രൂവിംഗ് ദ സർവീസസ്. അതുപോലെ തന്നെ രണ്ടാമത് എന്താ പറയുന്നത്? രണ്ടാമത്തെ പറയുന്നത് സേവനങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് കേട്ടോ. അതായത് ഒരു ഹോസ്പിറ്റലിന്റെ സേവനങ്ങൾ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തുന്നു. മൂന്നാമത്തെ പോയിന്റ്, ഇറ്റ് ഈസ് റെഗുലേറ്ററി ഇൻ നേച്ചർ ദാറ്റ് എൻഷുവേഴ്സ് ഫുൾ ആൻഡ് എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് സ്റ്റാഫ് ആൻഡ് ഫെസിലിറ്റീസ് അവൈലബിൾ. അതുപോലെ തന്നെ ഹോസ്പിറ്റലിലുള്ള ജീവനക്കാരുടെ പൂർണ്ണവും ഫലപ്രദവുമായ ആശയവിനിയോഗത്തിന് വേണ്ടിയിട്ട്. ഒരു ഹോസ്പിറ്റലിൽ ധാരാളം സ്റ്റാഫുകൾ ഉണ്ടാവില്ലേ, അവരെ പൂർണ്ണമായിട്ട് ജോലിയിലേക്ക് കൊണ്ടുവരാനും അവര് തങ്ങളുടെ ഒരു കമ്മ്യൂണിക്കേഷനും വേണ്ടിയിട്ടാണ് ഇത് നടത്തപ്പെടുന്നത്, ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തുന്നത്. ഓക്കെ, നാലാമത്തെ പോയിന്റ്, ഇവാലുവേറ്റ് ദ എഫക്റ്റീവ്നെസ് ആൻഡ് എഫിഷ്യൻസി ഓഫ് ഹെൽത്ത് പ്രോഗ്രാംസ് ആൻഡ് സർവീസസ് പുട്ട് ഇൻ ടു പ്രാക്ടീസസ്. ഒരു ഹോസ്പിറ്റലിന്റെ നിലവിലെ പ്രകടനം, പെർഫോമൻസ് വിവരിക്കുകയും അളക്കുന്നതിനും വേണ്ടിയിട്ട്. അപ്പൊ ഒരു ഹോസ്പിറ്റലിന്റെ പെർഫോമൻസ് ഉണ്ടാവില്ലേ, അതെന്ത് ചെയ്യാനാണ്? കൂടുതലായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ അതൊന്ന് മെഷർ ചെയ്യാനും വേണ്ടിയിട്ടാണ് ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തുന്നത്.
Then next one, narrate and measure present performance. ഹോസ്പിറ്റലിന്റെ നിലവിലുള്ള പ്രസന്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസിനെ നറേറ്റ് ചെയ്യാനും മെഷർ ചെയ്യാനും വേണ്ടിയിട്ട്. ഓക്കെ. Then next point, help developing obvious standards. അതുപോലെ തന്നെ വ്യക്തമായ മാനദണ്ഡങ്ങൾ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഹോസ്പിറ്റലിന്റെ വ്യക്തമായിട്ടുള്ള ക്രൈറ്റീരിയസ് ഉണ്ടാവില്ലേ, അത് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. Then recommends what requires to be changed. എന്താണ് മാറ്റേണ്ടതെന്ന് ശുപാർശ ചെയ്യുന്നതിന്. നമ്മൾ കുറെ കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾക്ക് മാറ്റേണ്ടതായിട്ട് വരും. ഹോസ്പിറ്റലിന്റെ ബേസ് ചെയ്തുകൊണ്ട് നോക്കുമ്പോൾ ചിലതിൽ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. അപ്പൊ ആ മാറ്റങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. Then help to mobilize resources for change. അതുപോലെ തന്നെ മാറ്റത്തിനായിട്ട് ഞാൻ പറഞ്ഞു, മാറ്റം അനിവാര്യമാണെന്ന് പറഞ്ഞു. അപ്പൊ മാറ്റത്തിനായിട്ട് എന്ത് വേണം? ധാരാളം റിസോഴ്സസ് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. Then last one, appraises the past and modify the present process. പാസ്റ്റിനെ വിലയിരുത്തുകയും അതുപോലെ തന്നെ ആ വിലയിരുത്തലിന് ശേഷം കുറച്ച് കാര്യങ്ങൾ മോഡിഫൈ ചെയ്യുന്നതിനും വേണ്ടിയിട്ട്. ഓക്കെ. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. അത് അങ്ങനെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാൻ പറ്റില്ല, ഒന്ന് അറിഞ്ഞിരിക്കാൻ മാത്രമാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിക്കാം. ക്ലിയർ ആണോ? ഒന്നും കൂടി പറയണോ? നീ ഓക്കെ ആണോ? ഒന്നും കൂടി പറയണോ? ഏതെങ്കിലും പോയിന്റ്? വേണ്ട, ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മാത്രം മതി കേട്ടോ. എയ്ത്ത് പോയിന്റോ? അതായത് ഞാൻ പറഞ്ഞു, ഹോസ്പിറ്റലിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചു കഴിയുമ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരും. അപ്പൊ ഈ മാറ്റത്തിനായിട്ട് കഴിയുന്നത്ര റിസോഴ്സസുകൾ കളക്ട് ചെയ്യാൻ കേട്ടോ. റിസോഴ്സസ് കളക്ട് ചെയ്യാൻ നമ്മൾക്ക് എന്താണ് മാറ്റേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കളക്ട് ചെയ്യണം. ഓക്കെ, അതാണ് ഇത് പോയിന്റ് പറയുന്നത്. ഇനി അടുത്തത് നോക്കിയേ. അതായത് ഒരു ഹോസ്പിറ്റൽ, തേർഡ് പോയിന്റ് എന്ന് പറഞ്ഞാല് ഒരു ഹോസ്പിറ്റലിന്റെ സ്റ്റാഫുകൾ ഉണ്ടല്ലോ, അപ്പൊ സ്റ്റാഫുകളെ പൂർണ്ണമായിട്ട് വിനിയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ജോലി അവര് കറക്റ്റ് ആയിട്ട് റെസ്പോൺസിബിലിറ്റിയോടെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതാണ് മൂന്നാമത്തെ പോയിന്റ്. Then prerequisite for clinical audit. അതായത് ക്ലിനിക്കൽ ഓഡിറ്റിന്റെ ഇതായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. ഒരു മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റിയെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയർമാൻ, ഓഫീസർ, ഇൻചാർജ് മെമ്പർ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് ചെയർമാൻ, ഓഫീസർ, ഇൻചാർജ്, മെമ്പർ സെക്രട്ടറി, ഹെഡ്സ് ഓഫ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്, മെമ്പേഴ്സ്. അതായത് മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി ഉണ്ട് ഹോസ്പിറ്റലില്. അവരാണ് ഈ ഇവാലുവേഷൻ ഒക്കെ നേതൃത്വം കൊടുക്കുക. അതിനകത്ത് ആരൊക്കെയാണ് മെമ്പേഴ്സ് എന്ന് നമുക്ക് നോക്കാം. ഒന്ന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയർമാൻ ആണ്. ഓക്കെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയർമാൻ ഓഫീസർ, അദ്ദേഹമാണ് ഇൻചാർജ് ആയിട്ട് വരുന്നത് മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റിയുടെ. പിന്നെ ഒരു മെമ്പർ സെക്രട്ടറി ഉണ്ടാകും. അതുപോലെ മറ്റ് എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും, ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും സ്റ്റാഫുകൾ, ഹെഡുകള് ഈ ഒരു മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റിയില് മെമ്പേഴ്സ് ആയിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പൊ ആരൊക്കെയാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയർമാൻ ഓഫീസർ, അദ്ദേഹമാണ് ഇൻചാർജ്. പിന്നെ ഒരു മെമ്പർ സെക്രട്ടറി ഉണ്ട്. അതുപോലെ പല ഡിപ്പാർട്ട്മെന്റിലെയും ഹെഡ്സ്. ഇത്രയും പേരാണ് മെമ്പേഴ്സ് ആയിട്ട് വരിക. ഓക്കെ, ഇനി ഒരു വെൽ ഓർഗനൈസ്ഡ് മെഡിക്കൽ റെക്കോർഡ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു വെൽ ഓർഗനൈസ്ഡ് മെഡിക്കൽ റെക്കോർഡിൽ വേണ്ടത്? ഹോസ്പിറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ്, ഹോസ്പിറ്റൽ റിസോഴ്സസ്, ഹോസ്പിറ്റൽ യൂട്ടിലൈസേഷൻ റേറ്റ്സ്, അഡ്മിഷൻ ഡാറ്റ. അതായത് നമ്മൾക്ക് മെഡിക്കൽ നെക്സ്റ്റ് പോയിന്റോ? ഓക്കെ, മറന്നുപോയി കേട്ടോ. സോറി. ദ കമ്മിറ്റി ടു മീറ്റ് വൺസ് എ മന്ത് ഓൺ ഫിക്സഡ് ഡേ. അതായത് മാസത്തിൽ ഒരിക്കല് ഈ കമ്മിറ്റി കൂടുന്നതായിരിക്കും കേട്ടോ. അതായത് എല്ലാ മാസവും എന്താണ്, ഒരു ദിവസം ഈ കമ്മിറ്റി കൂടും. ഒരു ഫിക്സഡ് ഡേ ഉണ്ടാവും, അവർ നിശ്ചയിക്കുന്ന ഒരു ഡേറ്റ് ഉണ്ടാകും. ആ ഡേറ്റിലായിരിക്കും എല്ലാ മാസവും ഈ കമ്മിറ്റി കൂടുക കേട്ടോ, മീറ്റിംഗ് വെക്കുക. ഓക്കെ,
ഇത്രേ ഉള്ളൂ. നമുക്ക് നോക്കാം വെൽ ഓർഗനൈസ്ഡ് മെഡിക്കൽ റെക്കോർഡ്. ഒരു വെൽ ഓർഗനൈസ്ഡ് മെഡിക്കൽ റെക്കോർഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാവുക? ഹോസ്പിറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ്, അതായത് ആശുപത്രിയുടെ സ്ഥിതി വിവര കണക്കുകൾ ഉണ്ടാകും. ഹോസ്പിറ്റൽ റിസോഴ്സസ്, ഒരു ഫോം ഉണ്ട് കേട്ടോ. ഹോസ്പിറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് കഴിഞ്ഞിട്ട് ഒരു ഫോം ഇട്ടിട്ടാണ് ഹോസ്പിറ്റൽ റിസോഴ്സസ് വരിക. ഓക്കെ, അതുപോലെ തന്നെ ആശുപത്രിയുടെ റിസോഴ്സസ് എന്തൊക്കെയാണെന്ന് ഉണ്ടാകും. അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ യൂട്ടിലൈസേഷൻ റേറ്റ്സ്, അതായത് ഹോസ്പിറ്റലിൽ എത്ര മാത്രമാണ് ഉപയോഗങ്ങൾ ഉണ്ടാകുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത്, എന്തൊക്കെ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നു, സ്റ്റാഫുകൾ എത്ര വർക്ക് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ദെൻ അഡ്മിഷൻ ഡാറ്റ, ഇത് നമ്മൾ ഓഡിറ്റിന് വിധേയമാക്കുന്ന മെഡിക്കൽ റെക്കോർഡുകളുടെ കാര്യമാണ് പറയുന്നത്. അഡ്മിഷൻ ഡാറ്റ, അതായത് പേഷ്യന്റിന്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു മെഡിക്കൽ റെക്കോർഡിൽ ഉണ്ടാവുന്നതാണ്. ഓക്കെ, അത് അത്രയും മാത്രം മതി കേട്ടോ. ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റി ആണ്. ആരൊക്കെയാണ് മെമ്പേഴ്സ് ആയിട്ട് വരിക എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്ന് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ കമ്മിറ്റി കൂടുന്നത് ഒരു ഫിക്സഡ് ഡേയിലാണ്, അതും ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ, മാസത്തിൽ ഒരിക്കൽ. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തത് പറഞ്ഞോട്ടെ. ഇനി നമുക്ക് അടുത്തത് പറയാനുള്ളത് സ്റ്റേജസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ് ആണ് കേട്ടോ. ക്ലിനിക്കൽ ഓഡിറ്റിന്റെ സ്റ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. അതായത് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റ് ആണ്. ഓഡിറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. ദെൻ സെലക്ടിങ് ക്രൈറ്റീരിയ സെലക്ട് ചെയ്യുന്നു. മെഷറിംഗ് പെർഫോമൻസ് അളക്കുന്നു. മേക്കിംഗ് ഇംപ്രൂവ്മെന്റിനെ മെച്ചപ്പെടുത്തുന്നു. സസ്റ്റൈനിങ് ഇംപ്രൂവ്മെന്റ്, അതായത് ഇംപ്രൂവ്മെന്റിനെ നിലനിർത്തുന്നു. പിന്നീട് റീ ഓഡിറ്റ് ചെയ്യുന്നു. ഇതിന്റെ സ്റ്റേജ് നമുക്ക് താഴേക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്റ്റേജ് അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക. ഡയഗ്രാം ചോദിച്ചിട്ടുള്ളതാണ് എക്സാമിന് കേട്ടോ. അതായത് ഫിൽ ഇൻ ദ ബ്ലാങ്ക് ചോദിക്കും. അതായത് ഇതിനകത്ത് ഒരു കോളം വിട്ടിട്ട് എന്ത് ചോദിക്കും നിങ്ങളോട്? ഫിൽ ഇൻ ദ ബ്ലാങ്ക് എഴുതാനായിട്ട് പറയും കേട്ടോ. അപ്പോ ഇതിനകത്ത് ഒരു 3 ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. കാണുന്നുണ്ടോ നിങ്ങള്? ഈ 3 ഡയഗ്രാം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇതിനകത്ത് ഏതായിരിക്കും വരിക എന്ന് പറയാനായിട്ട് പറ്റില്ല. അപ്പൊ അതിനകത്ത് നമ്മള് ഏത് സ്റ്റേജ് ആണെന്ന് ചിലപ്പോൾ ചോദിക്കാം. ഏത് സ്റ്റേജ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറയും. ഡയഗ്രാം കൊടുത്തിട്ട് റൈറ്റ് ദ സ്റ്റേജ് എന്ന് എഴുതാം. ഓക്കെ, അത് ചോദിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് വിട്ടിട്ട് ഫിൽ ഇൻ ദ ബ്ലാങ്ക് ചോദിക്കാം. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിയേ. സ്റ്റേജ് 1 പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റ്. ഓഡിറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ രീതി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ എന്താ ചെയ്യുന്നത്? സെലക്ടിങ് എ ടോപ്പിക്. ഒരു ടോപ്പിക് സെലക്ട് ചെയ്യുന്നു. ഓഡിറ്റ് നമ്മള് എന്താ പറയാ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി എന്തെങ്കിലും ഒരു ടോപ്പിക് നമ്മൾ സെലക്ട് ചെയ്തു. ചിലപ്പോൾ പേഷ്യന്റ് കെയറിനെ കുറിച്ചിട്ടാകാം, അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ചിട്ടാകാം, അല്ലെങ്കിൽ എന്താ പറയാ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട മറ്റേതെങ്കിലും ടോപ്പിക്കുകൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നു ഓഡിറ്റിന് വേണ്ടിയിട്ട്. ദെൻ പ്രയോറിറ്റൈസ് ഓഡിറ്റ്. ആ ഒരു കാര്യത്തിന് നമ്മൾ പ്രയോറിറ്റൈസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ അതിന് നമ്മൾ മുൻഗണന കൊടുക്കുന്നു. ആ ടോപ്പിക്കിന് നമ്മൾ മുൻഗണന കൊടുക്കുന്നു. ദെൻ ഡിഫൈനിങ് ദ പർപ്പസ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആ ടോപ്പിക് തിരഞ്ഞെടുത്തത്, അതിന്റെ ഉദ്ദേശം എന്താണെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? അത് നമ്മൾ എഴുതുന്നു. ദെൻ പ്ലാനിങ് ഓഡിറ്റ്. പിന്നീട് നമ്മൾ ഓഡിറ്റ് കംപ്ലീറ്റ് ആയിട്ട് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് പ്ലാൻ ചെയ്യുന്നു. ദെൻ യൂസേഴ്സ് ഇൻഫോർമേഷൻ, അതായത് ആളുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് ഇവാലുവേറ്റ് ചെയ്യുന്നു. ഇത്രയുമാണ് പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റ് ഫസ്റ്റ് സ്റ്റേജിൽ വരുന്നത് കേട്ടോ. ഫസ്റ്റ് സെലക്ട് ചെയ്യുന്ന ഒരു ടോപ്പിക്, ദെൻ പ്രയോറിറ്റൈസ് ചെയ്യുന്നു, പർപ്പസ് ഡിഫൈൻ ചെയ്യുന്നു, പ്ലാൻ ചെയ്യുന്നു, അതുപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്ന് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നു. ഓക്കെ, ദെൻ രണ്ടാമത്തെ സ്റ്റേജ് നോക്കാം. സെലക്ഷൻ ഓഫ് ക്രൈറ്റീരിയ. എന്താണ് സെലക്ഷൻ ഓഫ് ക്രൈറ്റീരിയയിൽ വരുന്നത്? ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് ഡിഫൈനിങ് ക്രൈറ്റീരിയ, അതായത് ഏത് മാനദണ്ഡം ഉപയോഗിച്ചാണ് നമ്മൾ ഓഡിറ്റ് തയ്യാറാക്കുന്നത് അതിനെ നമ്മൾ നിർവചിക്കുന്നു. ദെൻ സോഴ്സ് ഓഫ് എവിഡൻസ്. അതിന് വേണ്ടിയിട്ട് ധാരാളം സോഴ്സുകൾ എവിഡൻസ് നമ്മൾ കളക്ട് ചെയ്യുന്നു. ഇപ്പൊ നമ്മള് ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കാം, ഇന്റർവ്യൂസ് നടത്താം, അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ നമ്മൾക്ക് എന്ത് കിട്ടും? സോഴ്സ് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ അപ്രൈസിങ് ദ എവിഡൻസ്. അതുപോലെ തന്നെ ഈ നമുക്ക് തന്നിരിക്കുന്ന എവിഡൻസിനെ വെച്ചുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ എന്ത് ചെയ്യുന്ന ഇവാലുവേറ്റ് ചെയ്യും
കേട്ടോ. അപ്പൊ ആദ്യം എന്താണ് ഡിഫൈനിങ് ക്രൈറ്റീരിയ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു, then എവിഡൻസുകൾ ശേഖരിക്കുന്നു, തന്നിരിക്കുന്ന എവിഡൻസുകൾ വെച്ചിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. then സ്റ്റേജ് 3 മെഷറിംഗ് ലെവൽ പെർഫോമൻസ് ആണ്. ഇത് എന്താ പറയാ, ഒരു റാൻഡം ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ്, ഇതിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു ഓർഡർ ഇല്ല. നമ്മൾ മെഷറിംഗ് ലെവൽ ഓഫ് പെർഫോമൻസ് ചെയ്യുന്നത് ഹാൻഡ്ലിംഗ് ഡാറ്റ, അതായത് പ്ലാനിങ് ഡാറ്റ കളക്ഷനിലാണ് വരുന്നത്. ഇതൊക്കെ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ ആ സമയത്ത് തന്നെ എങ്ങനെയാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യേണ്ടത്, മെത്തേഡ്സ് ഓഫ് കളക്ഷൻ എങ്ങനെയാണ്, അതുപോലെ തന്നെ ഡാറ്റ ഹാൻഡിൽ ചെയ്യേണ്ടത് എങ്ങനെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അങ്ങനെയാണ് നമ്മൾ ഒരു പെർഫോമൻസിനെ നമ്മൾ മെഷർ ചെയ്യാനായിട്ട് സാധിക്കുക കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നു, ദെൻ അത് കളക്ട് ചെയ്യാനുള്ള വിവിധ മാർഗങ്ങൾ നമ്മൾ തേടുന്നു, അതുപോലെ തന്നെ അത് ഹാൻഡിൽ ചെയ്യും. ഓക്കെ ആണോ? 3 ക്ലിയർ ആണോ? അപ്പോ അത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കാം കേട്ടോ. അതിനകത്ത് വേറെ ഒരു ഇതില്ല, നമുക്ക് വേറെ ഇതില്ല, അങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ മാത്രമാണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ വരുമ്പോൾ അത് നിങ്ങൾക്ക് ഫിൽ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ സ്റ്റേജ് 4 ആണ് കേട്ടോ. സ്റ്റേജ് 4 നമുക്ക് നോക്കാം. മേക്കിംഗ് ഇംപ്രൂവ്മെന്റ്സ്, അതായത് ഓഡിറ്റിന്റെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഐഡന്റിഫൈ ബാരിയേഴ്സ്, ഫിയർ, ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, ലോ മൊറൈൽ, പുവർ കമ്മ്യൂണിക്കേഷൻ എക്സെട്ര. എന്താണ്, അതായത് നമ്മള് ബാരിയേഴ്സിനെ തിരിച്ചറിയുക, തടസ്സങ്ങളെ തിരിച്ചറിയാൻ വേണ്ടത്. ഒരു ഓഡിറ്റ് നമ്മള് കണക്കാക്കുമ്പോൾ ആദ്യം അതിനകത്ത് ഉണ്ടാകുന്ന തടസ്സങ്ങളെ നമ്മൾ തിരിച്ചറിയാം. അതിനകത്ത് പല ഘടകങ്ങളുണ്ടാവും. ഒരു ഹോസ്പിറ്റലിൽ അപേക്ഷിച്ച് ഫിയർ ഉണ്ടാകാം, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ മനസ്സിലാവാത്തത് ഉണ്ടാകാം, അല്ലെങ്കിൽ ലോ മൊറൈലായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകാം, പുവർ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഇതിനകത്ത് വരാം. അപ്പൊ ഇത്തരം ഘടകങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ തിരിച്ചറിഞ്ഞിട്ട് രണ്ടാമത് എന്ത് ചെയ്യണം, ചേഞ്ച് ബൈ റിമൂവ് ബാരിയേഴ്സ്, അതിനെ നീക്കം ചെയ്യാനായിട്ട് നോക്കണം. അതിനെ നീക്കം ചെയ്യണം, അല്ലെങ്കിൽ അതിനെ എടുത്തു കളയണം എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, then next one സ്റ്റേജ് 5 ആണ് സസ്റ്റൈനിങ് ഇംപ്രൂവ്മെന്റ്. സസ്റ്റൈനിങ് ഇംപ്രൂവ്മെന്റില് വരുന്ന കാര്യങ്ങൾ, അതായത് ഇംപ്രൂവ്മെന്റ് നിലനിർത്താൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കാം. റീഎൻഫോഴ്സിങ് ഇംപ്രൂവ്മെന്റ്, അതായത് തന്നിരിക്കുന്ന ഒരു കാര്യത്തെ ശക്തിപ്പെടുത്താനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. നമ്മൾ ഓഡിറ്റിന് വേണ്ടിയിട്ട് ഒരു വിഷയം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന് കൂടുതൽ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. then മോണിറ്ററിങ് ആൻഡ് ഇവാലുവേഷൻ, അതിനെ നിരീക്ഷിക്കണം, അതിനെ വിലയിരുത്തണം, അല്ലെ? അതിനെ നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യണം, then ഇവാലുവേറ്റ് ചെയ്യണം. ലാസ്റ്റ് വൺ റീ ഓഡിറ്റ് ചെയ്യണം, അതായത് ഇതിനകത്ത് പോരായ്മകൾ ഉണ്ടെങ്കിൽ ഒന്നുകൂടി എന്ത് ചെയ്യണം, കണക്കെടുപ്പ് നടത്തണം, അല്ലെങ്കിൽ ഒരു ഇവാലുവേഷൻ നടത്തണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന ആ ഓഡിറ്റ് എന്തെങ്കിലും പിശകുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി എന്ത് ചെയ്യാം, റീ ഓഡിറ്റ് ചെയ്യാം. ഓക്കെ, സ്റ്റേജ് 6 റീ ഓഡിറ്റ്, അത് കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം കേട്ടോ. സ്റ്റേജ് 6 റീ ഓഡിറ്റിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. റീ ഓഡിറ്റിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. റിവ്യൂ എവിഡൻസ്, അതായത് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള തെളിവുകള് അവലോകനം ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള എവിഡൻസ് റിവ്യൂ ചെയ്യുക. ദെൻ മെഷർ എഫക്റ്റീവ്നെസ്, നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള തെളിവുകള് എഫക്റ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യുക, അതായത് അത് എത്രത്തോളം റിസൾട്ടുകൾ ഉണ്ടെന്ന് അളക്കുക. ഡിസൈഡ് ഹൗ ഓഫൺ ടു റീ ഓഡിറ്റ്, ഇതൊക്കെ വെച്ച് നമ്മൾ അളന്നതിന് ശേഷം എത്ര തവണയാണ് റീ ഓഡിറ്റ് ചെയ്യേണ്ടി വരിക എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. ചിലപ്പോ നമുക്ക് ഒരു പ്രാവശ്യം റീ ഓഡിറ്റ് ചെയ്ത് നമ്മളിപ്പോ ഒരു കാര്യം നമ്മൾ എഴുതി, അല്ലെ, നമ്മളൊരു പരീക്ഷ എഴുതി എന്ന് വിചാരിക്കുക. പരീക്ഷ എഴുതി നമ്മൾ ആദ്യം എന്താ പറയാ പാസ്സായില്ലെങ്കിൽ, നമ്മൾ ഫെയിൽ ആയെന്ന് വിചാരിക്കുക, നമ്മൾ വീണ്ടും റീടെസ്റ്റ് ചെയ്യില്ലേ, റീടെസ്റ്റ് എഴുതില്ലേ? അതുപോലെ തന്നെയാണ് ഒരു കാര്യത്തിന് നമ്മൾക്ക് വേണ്ടത്ര റിസൾട്ടുകളും കാര്യങ്ങളും കിട്ടിയില്ലെങ്കിൽ വീണ്ടും എന്ത് ചെയ്യും, റീ ഓഡിറ്റ് അല്ലെങ്കിൽ റീ ആയിട്ട് ആ കാര്യം ചെയ്യുന്നതാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടും നമ്മൾക്ക് ഓഡിറ്റ് നല്ല രീതിയിൽ തയ്യാറാക്കാൻ സാധിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യാം, എത്ര തവണ അത് ഓഡിറ്റ് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യാവുന്നതാണ്. ഓൺഗോയിങ് പ്രോസസ് മോണിറ്ററിങ്, അതുപോലെ തന്നെ ഈ തയ്യാറാക്കിയിട്ടുള്ള കാര്യം, റീ ഓഡിറ്റ് ചെയ്തിട്ടുള്ള കാര്യം വീണ്ടും വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, മോണിറ്റർ ചെയ്യാവുന്നതാണ്. ഓക്കെ,
ഇതാണ് സ്റ്റേജ് 6 റീ ഓഡിറ്റിന്റെ ഇമ്പോർട്ടൻസ് കേട്ടോ. അപ്പൊ 3 ഡയഗ്രാം ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ സ്റ്റേജ് 6 റീ ഓഡിറ്റിന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. അപ്പൊ റീ ഓഡിറ്റ് എന്ത് ചെയ്യാം, ഒന്ന് ടിക്കറ്റ് വയ്ക്കുക. 4 5 ആവശ്യമില്ല, ഇമ്പോർട്ടന്റ് അല്ല. 6 കേട്ടോ. ഓക്കെ, 6 മാത്രം. റിവ്യൂ എവിഡൻസ്, മെഷർ എഫക്റ്റീവ്നെസ്. റിവ്യൂ എവിഡൻസ് എന്ന് പറഞ്ഞാൽ തെളിവുകൾ അവലോകനം ചെയ്യുക. മെഷർ എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഫലപ്രാപ്തി അളക്കുക. ഡിസൈഡ് ഹൗ ഓഫൺ ടു റീഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര തവണ റീഓഡിറ്റ് ചെയ്യണം എന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ഓൺഗോയിങ് പ്രോസസ് മോണിറ്ററിംഗ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നിരീക്ഷണം ചെയ്യുക. സ്റ്റേജ് 4 മേക്കിംഗ് ഇംപ്രൂവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ തടസ്സങ്ങളെ തിരിച്ചറിയാനാണ് പറയുന്നത് കേട്ടോ. പല പല തടസ്സങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫിയർ ഉണ്ട്, ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, ലോ മൊറൈൽ ഉണ്ട്, പുവർ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അതൊക്കെ തിരിച്ചറിഞ്ഞിട്ട് അതിനെ റിമൂവ് ചെയ്യാം. അതാണ് മേക്കിംഗ് ഇംപ്രൂവ്മെന്റ്സിൽ വരുന്നത്. ഓക്കെ, ഇത്രയും എടുത്താൽ മതി. ഞാൻ മൈക്ക് ഓൺ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും കാര്യം ക്ലിയർ ആവാറുള്ള ചോദിക്കാം. മാം, ആ സ്റ്റേജ് 2 സെലക്ഷൻ ഓഫ് ക്രൈറ്റീരിയ ഇല്ലേ, അതില് സോഴ്സ് ഓഫ് എവിഡൻസ് കഴിഞ്ഞിട്ട് അപ്രൈസിങ് ദ എവിഡൻസ് എന്ന് പറഞ്ഞാലേ ആ കിട്ടിയ എവിഡൻസിന് തരംതിരിക്കുക എന്നാണോ? ഇവാലുവേറ്റ് ചെയ്യാനാണ്. ഇവാലുവേറ്റ് കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, ഇവാലുവേറ്റ് ചെയ്യാനാണ് കേട്ടോ. നമ്മൾക്ക് ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ വിലയിരുത്തില്ലേ, അതിനെയാണ് അപ്രൈസിങ് ദ എവിഡൻസ് എന്ന് പറയാ. ഓക്കെ, മാം പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റ് ഉണ്ടല്ലോ, അത് ഹോസ്പിറ്റലിൽ ചെയ്യുന്നതല്ലേ? അതെ അതെ, ഹോസ്പിറ്റലിൽ ചെയ്യുന്നത്. അതെ അതെ. ക്ലിനിക്കൽ ഓഡിറ്റിന്റെ ഘട്ടങ്ങളാണ് ഈ പറയുന്നത് കേട്ടോ. ക്ലിനിക്കൽ ഓഡിറ്റ് എന്താണ്? പ്രാക്ടീഷണർമാരുടെ പെർഫോമൻസ് മെഷർ ചെയ്യുന്നതല്ലേ. ആ ഒരു ഇത് വെച്ചിട്ട് തന്നെ അതൊന്ന് നോക്കുക. നിങ്ങള് ചിന്തിച്ചു നോക്കുക കേട്ടോ, എങ്ങനെയാ വരുന്നതെന്ന്. ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഈ ലോമറയിൽ എന്ന് പറഞ്ഞാലേ നെഗറ്റിവിറ്റി ആണ് കേട്ടോ. അതായത് ആളുകൾക്കിടയിൽ അതായത് സ്റ്റാഫുകൾക്കിടയിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ എൻവയോൺമെന്റ്, വർക്കിംഗ് എൻവയോൺമെന്റ് മൂലം അവർക്ക് വരുന്ന ഒരു നെഗറ്റിവിറ്റിനെയാണ് നമുക്ക് ലോ മൊറയിൽ എന്ന് പറയുന്നത് കേട്ടോ. ഇതൊക്കെ തടസ്സങ്ങളാണ് ഓഡിറ്റ് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു സമയത്ത്. അതുപോലെ തന്നെ ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ മനസ്സിലാവാതെ വരിക, അങ്ങനെയുള്ള. പിന്നെ പ്യുവർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആളുകൾ തമ്മിൽ, അല്ലെങ്കിൽ അവിടെയുള്ള ഡോക്ടേഴ്സ് തമ്മിലായാലും, അല്ലെങ്കിൽ അവിടെയുള്ള സ്റ്റാഫുകൾ തമ്മിലായാലും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഇത് ഇല്ലാതിരിക്കുക. അതൊക്കെയാണ് തടസ്സങ്ങൾ എന്ന് പറഞ്ഞത് ഇതിനകത്ത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു ക്ലാസ്സോട് കൂടി ഓഡിറ്റ് നമുക്ക് ഫിനിഷ് ചെയ്യാം. ഓഡിറ്റ് വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ്. ഞാൻ എടുക്കുന്നതിൽ വെച്ചിട്ട് ഏറ്റവും ചെറിയ ചാപ്റ്റർ ആണ് ഓഡിറ്റ്. പക്ഷെ കാര്യങ്ങൾ കുറച്ച് സയന്റിഫിക് ആയിട്ട് പറയാനുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും നേരം വന്നത്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്കത് ഫിനിഷ് ചെയ്തിട്ട് പുതിയൊരു ചാപ്റ്റർ തുടങ്ങാം. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം.